നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ABDയെ മറികടന്നിരിക്കുന്നു സഞ്ജു സാംസൺ. യെസ്, സെഞ്ചുറിയുടെ കാര്യത്തിൽ, IPL സെഞ്ചുറികളുടെ കാര്യത്തിൽ ഇന്നലെ DC-ക്കെതിരെ അദ്ദേഹം 115 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നും ഇന്നും പ്രകടനം നടത്തുമ്പോൾ ഇതാ IPL-ൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറി അടിച്ചവരുടെ കൂട്ടത്തിൽ അദ്ദേഹം 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ സെഞ്ചുറി വിരാട് കോഹ്ലിക്കും ജോസ് ബട്ട്ലർക്കും ക്രിസ് ഗെയിലിനും KL രാഹുലിനും മാത്രമാണുള്ളത്. സാക്ഷാൽ ABDയെ മറികടന്നിരിക്കുന്നു. ABDക്ക് 3 സെഞ്ചുറികളാണ് IPL-ലുള്ളത്. സഞ്ജുവിന് ഇപ്പോൾ 4 സെഞ്ചുറിയായി. സഞ്ജു, ഡേവിഡ് വാർണർ, ശുഭ്മൻ ഗിൽ എന്നിവർക്ക് 4 വീതം സെഞ്ചുറികളാണ്. അവരിപ്പോൾ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 4-മതുള്ള KL രാഹുലിന് 5 IPL സെഞ്ചുറികളുണ്ട്. പിന്നെ 3-മതുള്ള ക്രിസ് ഗെയിലിന് 6 IPL സെഞ്ചുറികളുണ്ട്. 2-മതുള്ള ജോസ് ബട്ട്ലർക്ക് 7 IPL സെഞ്ചുറികളാണെങ്കിൽ 1-മതുള്ള കിങ് കോഹ്ലിക്ക്, വിരാട് കോഹ്ലിക്ക് 8 IPL സെഞ്ചുറികളാണുള്ളത്. സഞ്ജു ഇതിൽ ആരെയൊക്കെ ഇനി മറികടക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മിന്നും ഫോമിലാണ് താരമുള്ളതെന്ന് അറിയാമല്ലോ. 2-3 കളി മോശമാകുമ്പോഴേക്കും എഴുതി തള്ളേണ്ടതില്ല. വേൾഡ് കപ്പിലെ ഫോമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. IPL-ൻ്റെ ചരിത്രത്തിൽ 3 വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന 2-മത്തെ മാത്രം താരമാണ് സഞ്ജു സാംസൺ. KL രാഹുലാണ് ഇക്കാര്യത്തിൽ ആദ്യം നേട്ടത്തിലേക്ക് എത്തിയതെങ്കിൽ ഇതാ സഞ്ജു അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി വരുന്ന 2017 RPS റേസിംഗ് പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന നിർത്തിപ്പോയ ഫ്രാഞ്ചൈസിക്കെതിരെ DC-ക്ക് വേണ്ടിയിട്ടായിരുന്നു 2017 63 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക 102 റൺസ് അന്ന് വന്നു. പിന്നെ 2019 സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 102 റൺസ് 55 പന്തുകളിൽ നിന്ന്. പിന്നെ PBKസിനെതിരെ വാങ്കഡയിൽ 2021 അദ്ദേഹത്തിൻ്റെ വക 119 റൺസ് 63 പന്തുകളിൽ. ഇപ്പോഴിത് 2026 DC-ക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക 56 പന്തുകൾ 115 റൺസ്. സോ അവിടെയും അദ്ദേഹം തൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഞ്ജുവിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.